പേട്രിയറ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ, ഒന്നും പറയണ്ട. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ട് കാണാൻ ഇതിൻ്റെ ക്രൂവിലുള്ള ഒരാൾ എന്നോട് ജസ്റ്റ് ചുമ്മാ അതിൻ്റെ ഒരു ഹിൻറ്റ് പറഞ്ഞു തന്നു. കഥയായിട്ടൊന്നും അല്ല, ജസ്റ്റ് ഇത് അങ്ങനെ വിചാരിച്ചാണെങ്കിൽ ഇതുപോലൊരു പടം മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. അതുപോലത്തെ ഒരു എക്സ്പെക്ടേഷനാണ് ഇത് കാണുന്നത്. അത്രയ്ക്ക് കിടിലിനാണ് വരാൻ പോകുന്നത്. മോഹൻലാലൊക്കെ വേറെ ലെവലായിരിക്കും. മോഹൻലാൽ ഒരു ചെറിയ റോളാണെങ്കിലും മോഹൻലാലാണ് കഥ അടിപൊളിയാക്കുന്നത്. ഏതായാലും മലയാള സിനിമ കാണാൻ പോകുന്ന ഒരു അത്ഭുതമായിരിക്കും, ഒന്നും പറയാനില്ല. ഇല്ലില്ല, കാത്തിരുന്നതിൻ്റെ റിസൾട്ട് ഉറപ്പാണ്. ആ ക്രൂവിനോട് പറഞ്ഞാൽ ഇതാണ് പടം എന്ന് പറഞ്ഞ കഥ വേറെ ലെവലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ഇതാണ് എക്സ്പെക്ടേഷൻ പറഞ്ഞിരിക്കുന്ന പടം കത്തും. എന്ന് വെച്ചാൽ 200 അല്ല 300 ലോകയുടെ റെക്കോർഡ് തകർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പടം വേറെ ലെവലിലേക്ക് നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ വേറെ ലെവലാണെന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് ഫഹദ് ഫാസിലിൻ്റെ റോള് വന്നിരിക്കുന്നത്. പറയും പടം കത്തും ഉറപ്പാണ്. മലയാള സിനിമ കാണാത്ത ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്, ഉറപ്പാണ്. ആദ്യ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആദ്യ ഷോ ഏതായാലും അതിരാവിലെ കാണും. ഏതായാലും എക്സ്പെക്ട് ചെയ്യുന്നു. അത് തന്നെ ബുക്ക് ഷോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്താണ് ബുക്കിംഗ് തുടങ്ങുന്നു കേട്ടോ. പടം കത്തും, കേരളം കത്തും, തിയേറ്ററുകൾ കത്തും, ഉറപ്പാണ്. പടം വലിയ ഹിറ്റായി വരട്ടെ. നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, നല്ല മേക്കിംഗ് ആയിരിക്കും, എല്ലാം കൊണ്ട് നല്ല പടമായിരിക്കും. പടം വലിയ ഹിറ്റായി വരട്ടെ. ഫാൻസുകാർക്ക് ഒരു ഉത്സവമായിരിക്കും. ലാലേട്ടൻ ഫാൻസും മമ്മൂക്ക ഫാൻസും പിന്നെ കുഞ്ചാക്കോ ബോൺ ഫഹദ് ഫാസിൽ എല്ലാവർക്കും ഇതിൽ ഫഹദ് ഫാസിൽ നൈറ്റ് റോൾ ചെയ്യാമെന്നാൽ മതി, കാരണം അത് ഒരു ക്ലീശയായി മാറും. നിങ്ങൾ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടുപേരും വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് കുറേ വർഷം ശേഷമാണ് വരുന്ന. ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് കാണാൻ? ആ ഒരു എക്സൈറ്റ്മെന്റ് ഇവർ കമ്പൈൻ സീൻ വരുന്ന വളരെ 19 സിനിമ ഇവർ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചത് മമ്മൂക്കിയാണ് പുള്ളിയുടെ പേര് സജസ്റ്റ് ചെയ്ത ഈ സിനിമയിലേക്ക്. വളരെ നന്നായി വരട്ടെ. എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളാണ് 50 മിനിറ്റ്. അതിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളൊരു ആരാധന? അതെ, ഏത് ഇപ്പോൾ സമരം ബദലേബാണെങ്കിലും എത്രയോ പടങ്ങൾ മോഹൻലാൽ ക്യാമിയോ ചെയ്തിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ടോ. ക്യാമിയോ എന്തായാലും പുള്ളിയുടെ ഭാഗം എന്തായാലും ശരിയായിരിക്കും, അവിടെയും നല്ലതായിരിക്കും. ട്രെയിലറിലൊക്കെ പുള്ളിയുടെ ആ ഒരു സൈക്കിൾ പറ്റി വന്ന സീനിലൊക്കെ ഒത്തിരി ഡീകോഡിങ് ചെയ്ത ആൾക്കാർ സംസാരിച്ചു, അതൊക്കെ ശ്രദ്ധിച്ചു. നല്ല ഫിലിമാവട്ടെ. പിന്നെ രേവതി ഉണ്ട്, ദർശനുണ്ട്, പിന്നെ ആരാണ് മറ്റേ നയൻതാര. വലിയ സ്റ്റാർ കാസ്റ്റാണ്. മഹേഷിൻ്റെ പടം കൊണ്ട് വെറും മാസമായിരിക്കില്ല, കുറച്ച് ക്ലാസ് ആയിരിക്കും. ഡയറക്ഷൻ നല്ലതായിരിക്കും. പിന്നെ സ്റ്റാർ കാസ്റ്റ് ഫിലിമിക്ക് പടം എന്തായാലും റിലീസിന് മുമ്പാണ് പ്രൊഡ്യൂസറിന് കാശ് കിട്ടും. നന്നായി വരികയാണെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറാൻ സാധ്യതയുണ്ട്. പടം നന്നായിട്ട് വരികയാണെങ്കിൽ ഈ സ്റ്റാർ ബേസിൽ വെച്ച് ഭയങ്കര ഹിറ്റാവേണ്ടതാണ്.